നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രം മതമല്ല സുഹൃത്തുക്കളെ. മതം മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, നിങ്ങൾ പരിശോധിച്ചോളൂ. ഒരു മതവും മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. മഹാനായ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, നോ കമ്മ്യൂണിറ്റി ക്യാൻ ഹൈറ്റ്. അദ്ദേഹത്തിന്റെ ഒരു വാചകം എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ഇത് പറയുന്നത്, ഒരു ജനതയെ മറ്റൊരു ജനത വെറുക്കാൻ പാടില്ല. ഒരു ജനത മറ്റൊരു ജനതയെ വെറുക്കാൻ പാടില്ല. വെറുക്കാൻ പാടില്ല. വെറുപ്പ് എന്ന് പറയുന്നത്, അസഖ്യത എന്ന് പറയുന്നത് ഫാസിസമാണ്. മാ സൈക്കോളജി ഓഫ് ഫാസിസം എന്ന ഗ്രന്ഥത്തിൽ വിൽഹം റീഹ് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്താ പറയുക? എനിക്കൊരാളെ സഹിക്കാൻ വയ്യ, അയാളെ തെറ്റൊന്നും ചെയ്തിട്ടല്ല, അയാളോട് എനിക്ക് അസൂയ, വിരോധം, വെറുതെ ഉള്ള ശത്രുത. സത്യമാണ്, ഞാൻ അനുഭവിച്ചതാണത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഒരു മാനവ മൈത്രി സമ്മേളനത്തിൽ അബുദാബിയിൽ പങ്കെടുക്കാനാ പോണത്. ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ ഉള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇതുപോലെ ക്ഷണം കിട്ടിയിട്ട് പോവാണ് ഞാൻ. പക്ഷെ എയർപോർട്ടിൽ എന്നെ ഇട്ട് വട്ടം കറക്കുന്നു. എന്താ വട്ടം കറക്കാനുള്ള കാരണം? എന്റെ ഈ താടിയാണ്. ഈ താടിയാണ് സഹോദരങ്ങൾ. ഈ താടി എന്ന് പറയുന്നത് ഗുരു നാനാക്കിന്റെ ആളുകൾ സിഖുകാർ താടി വെക്കുന്ന കണ്ടില്ലേ? നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് താടിയില്ലേ? യേശുദാസിന് താടിയില്ലേ? നിങ്ങൾ നോക്കി, യേശുക്രിസ്തു താടിയില്ലേ? മീശയും താടിയും പഠിച്ച ആളാണോ യേശുക്രിസ്തു? അല്ലല്ലോ, താടിയുള്ള ആള്. പക്ഷെ എന്തുകൊണ്ട് ലോകം താടിയെ വെറുക്കുന്നു? മീഡിയകൾ താടിയുള്ളവരൊക്കെ ഭീകരവാദികളാണെന്ന് പ്രചരിപ്പിച്ചു, പത്രങ്ങൾ പ്രചരിപ്പിച്ചു, നമ്മളൊക്കെ അനാവശ്യമായി അതങ്ങ് വിശ്വസിച്ചു. അല്ലേ? എല്ലാരും അങ്ങനെയാണ്. ആരെയും നമ്മൾ വെറുക്കരുത്. നമ്മൾ അവരെ അടുത്തറിയണം, മനസ്സിലാക്കണം. അതിന് നമ്മുടെ വഴി എന്താണ്? ഒന്നാമതായ നമ്മുടെ തിരിച്ചറിവ്, മനുഷ്യരൊക്കെ ഒരു ദൈവത്തിന്റെ അടിമകളാകുന്നു എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടപ്പോ, നമുക്ക് ദൈവങ്ങൾ ഉണ്ടായപ്പോ, നമുക്ക് മതങ്ങൾ ഉണ്ടായപ്പോ നമ്മൾ തല്ലാൻ തുടങ്ങി. അതാണ് നമുക്കിടയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും ഇവിടെ ചെറിയ കുട്ടികളുണ്ടാവും, യുവാക്കള്, യുവതികള്, എല്ലാ മതത്തിലുള്ളവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് മക്കളോട് ചോദിക്കണം. ഞാൻ ലോകത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പഠിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു എന്റെ ഡിഗ്രി കാലഘട്ടത്തിൽ. വേൾഡ് ഹിസ്റ്ററി എടുത്ത് ലോകത്തിന്റെ രാഷ്ട്രീയ മതചരിത്രങ്ങളെ അല്പമൊക്കെ വായിച്ചു. പിന്നീട് എന്റെ പക്വതയുടെ കാലഘട്ടത്തിൽ ലോകത്തെ എല്ലാ മതങ്ങളുടെ കടന്നുവരവിനെ കുറിച്ചും മനുഷ്യർ ഛിന്ന ഭിന്നമായതിനെ കുറിച്ചും ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു എന്ന് സ്വയം വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിന്റെ കടന്നുവരവിനെ കുറിച്ചും അഗാധമായി വായിക്കാൻ, നിരന്തരമായ വായനയിലൂടെ വായന തപസ്സായി തീർന്ന കാലഘട്ടത്തെ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ വായിച്ച കാലഘട്ടത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു ചരിത്രം ഞാൻ നിങ്ങളോട് പറയാൻ. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ തമ്മത്തല്ലാത്തൊരു ദിവസം? ഉണ്ടോ? ആത്മാർത്ഥമായി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ കഴുത്തറക്കാത്ത, കത്തിയെടുക്കാത്ത, പരസ്പരം കൊന്ന് കൊലവിളി നടത്താത്ത, ബോംബിടാത്ത സൗഹൃദത്തിന്റെ ഒരു ലോകത്ത് ജീവിക്കാൻ ആത്മാർത്ഥമായി ഈ ടെമ്പിളിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വഴി ഈ ഉള്ളവൻ പറഞ്ഞു തരും. വിനയാന്വിതമായി വേദത്തിന്റെ പിന്തുണയോടെ. വേദമെന്ന ശബ്ദത്തിന്റെ അർത്ഥം അറിവ് എന്നാണ്. വേദമെന്ന ശബ്ദത്തിന്റെ അർത്ഥം അറിവ് എന്നാണ്. എല്ലാവരും മനസ്സിലാക്കണം. വേദഗ്രന്ഥങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ച എന്താണ്? വേദഗ്രന്ഥങ്ങൾ മനുഷ്യരോട് പറഞ്ഞെന്നറിയും. നിങ്ങൾ രസമുള്ള ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ആദാം അതൊരു പ്രവാചകനായിരുന്നു എന്നാണ് സെമിറ്റിക് മതങ്ങൾ പറയുന്നത്. ഒരു നബി, ദൈവത്തിൽ നിന്ന് ദിവ്യ വെളിപാട് ലഭിക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെയും നോഹാ പ്രവാചകൻ, ഈ രണ്ട് പ്രവാചകന്മാർക്കിടയിലും 10 തലമുറ ലോകത്ത് കഴിഞ്ഞു. 10 തലമുറ. ആ 10 തലമുറ ഒറ്റ ദൈവത്തെ മാത്രം ആരാധിച്ചു. ഒറ്റ ദൈവം. ഏത് ദൈവം? ഏത് ദൈവം? പഞ്ചായത്തിന്റെ ദൈവമാണോ? ഗ്രാമത്തിന്റെ ദൈവമാണോ? ഗോത്രത്തിന്റെ ദൈവമാണ്? ഞാൻ ആത്മാർത്ഥ അടിച്ചോട്ടെ, എന്താ കുലദൈവം? കുലദൈവം എന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? എന്താ അത്? ആളുകൾ ശരിക്കും പഠിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ. ലോകത്തിന്റെ സിട്ടാവാണ് അവൻ. നോക്ക്, മനുഷ്യർ ഈ ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ജന്തുലോകങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നു. സിംഹവും പശുവും ആനയും പാമ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മനുഷ്യരില്ല. അന്ന് വെറുതെ പറയൽ. ബട്ടൺ റസൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രസംഗിച്ച ഒരു പ്രസംഗം എന്റെ ഓർമ്മയിൽ വരികയാണ്. ബട്ടൺ റസൽ പറയുന്നത്, ഒരു മനുഷ്യജീവി എന്ന നിലയിൽ മനുഷ്യജീവികളോട്, അതേ ഉപയോഗിച്ച പദപ്രയോഗം ഞാൻ പറയുന്നു, ഒരു മനുഷ്യജീവി എന്ന നിലയിൽ മനുഷ്യജീവികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ സ്നേഹിക്കാൻ പഠിക്കുമോ? നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ബട്ടൺ റസലിന്റെ വാക്കാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ഞാൻ ജനങ്ങളോട് ഒരുപാട് കാലമായി പറയും, അത് ബട്ടൺ റസൽ എത്രയോ മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്നു, ആളുകൾ വായിച്ചിരുന്നുവെങ്കിൽ എന്ന് ഓർത്തു പോവുകയാണ്. അതെന്താ? ബട്ടൺ റസൽ പറയാണ്, മനുഷ്യരില്ലാത്തൊരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് നക്ഷത്രങ്ങളെ വർണ്ണിക്കാൻ മനുഷ്യരില്ല. മനുഷ്യനുണ്ടായപ്പോ ഭൂമിക്ക് അർത്ഥമുണ്ടായി, ലോകത്തിനർത്ഥമുണ്ടായി. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു എന്ന് പറയാൻ. അതുപോലെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറയാൻ.
സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു, ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് കുമാരനാശാന് പടൻ മനുഷ്യരുണ്ടായപ്പാ കഴിഞ്ഞത്. ഞാൻ ആത്മാർത്ഥവും ചോദിച്ചോട്ടെ, മനുഷ്യർ ഈ ഭൂമുഖത്ത് വരുമ്പോ അമ്പലമുണ്ടോ, ടെമ്പിൾ ഉണ്ടോ? ഇല്ല. മസ്ജിദ് ഉണ്ടോ? ഇല്ല. ചർച്ച് ഉണ്ടോ? ഇല്ല. കുരിശു വരയ്ക്കുന്നുണ്ടോ? അന്ന് ഇല്ല. പാമ്പിനെ ആരാധിക്കുന്നുണ്ടോ? അന്ന് പശുവിനെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. പശുവും പാമ്പും ഒക്കെ ഈ ഭൂമുഖത്ത് മുമ്പുണ്ട്, അന്ന് മനുഷ്യരില്ല. ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചു കൊള്ളട്ടെ, മനുഷ്യരില്ലാത്ത കാലത്ത് ആകാശഭൂമികൾ ഉണ്ടെങ്കിൽ, സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ, നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടെങ്കിൽ, കാട്ടാറുകളും കാനനങ്ങളും ഉണ്ടെങ്കിൽ, ആ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു, ആര് സംവിധാനിച്ചു? ആ സംവിധായകനാണ് ഖുർആനിലെ അല്ലാഹു. ആ സംവിധായകനാണ് ദിദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഇദുവാൻ എന്നൊക്കെ വേദഗ്രന്ഥം വിളിച്ചത്.